കുറേ പേര് വിചാരിച്ചിട്ടുണ്ടാവും ഇവിടെ പോയി എന്ന്. പക്ഷെ ഞാൻ എവിടെയും പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു നൈറ്റ് കെയർ ചെയ്യാമെന്ന്. ജീവിതത്തിൽ കുറേ തിരക്കുകൾ വരുമ്പോൾ ഇടയ്ക്ക് നമ്മൾ എല്ലാത്തിൽ നിന്നും ടാറ്റ ബൈ ബൈ. നമ്മുടെ ഇതെല്ലാവരും കൊറിയൻ സ്കിൻ കെയറുള്ള സാധനം. ഇത് ആക്ച്വലി എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്ന, ഞാനിത് മേടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കുറേ നാളായി. അപ്പോൾ ആക്ച്വലി അവളെനിക്ക് തന്നു. ഇത് കണ്ടോ, എനിക്കിത് കുഞ്ഞിനാക്കാൻ ഭയങ്കര ഇഷ്ടം. ഇത് ഒരു വാട്ടർ ബേസ്ഡ് നൈസിനമൈഡ്സാണ് കേട്ടോ. ഇത് ഞാൻ ഈ സ്കിൻ കെയർ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുമെങ്കിലേ ആക്ച്വലി ഞാനിത് ചെയ്യാറില്ല. വല്ലപ്പോഴും എനിക്ക് ഭയങ്കര നല്ല മൂഡാണെങ്കിൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ. പിന്നെ എന്താ ഭയങ്കര നല്ല മൂഡാണ്, വിചാരിച്ചു ഇതൊക്കെ ഇനി ചെയ്യാം. കുറേ സാധനങ്ങൾ ഞാൻ മിക്സിസുണ്ട്. ആദ്യത്തെ 2 ദിവസം ഞാൻ ഉപയോഗിക്കും, പിന്നെ അതങ്ങ് മൂലയ്ക്ക് കയറ്റും. എന്താ ഒരു വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മൾ വിചാരിക്കും ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയില്ല. ഹൈഡ്രേറ്റ് ആയിട്ടില്ലേ ഗായ്സ്? ഇത് നമ്മുടെ റെറ്റിനോള്. 25 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ ചുളിവൊക്കെ വരും. അപ്പോൾ ഇത് നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് യൂസ് ചെയ്യണതാണ്. എന്തായാലും വാങ്ങിച്ചല്ലേ, കുഴപ്പമില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ വിചാരിക്കും ഇത് എൻ്റെ പണി എടുക്കണ്ടെന്ന്. പക്ഷെ എന്നും തേച്ചാലല്ലേ ഇത് എൻ്റെ പണി എടുക്കണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റുള്ളൂ. ബേസിക്കലി മടിയാണ് കാരണം. ഏതോ ഒരു മറ്റേ റീല് കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. ഈ പിഗ്മെൻറ്റേഷൻ മാറും, തേങ്ങയാണ് മാങ്ങയാണ്, മാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ആരും തേക്കണ്ട. ഇങ്ങനെയല്ലേ നമ്മുടെ ആലിയ ഭട്ട് വയ്ക്കണേ. ഞാനും ആലിയ ഭട്ടൊക്കെ ഒരേ ഇതാണ്.